നമ്മുടെ പാപത്തിന് നമ്മെ രോഗിയാക്കാൻ പറ്റും. സങ്കീർത്തനം 107:17 വായിച്ചേ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. അവർ തങ്ങളുടെ അകൃത്യങ്ങളാൽ ദുരിതത്തിലായി. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി. പാപം ചെയ്തേ ചിലർ രോഗികളായെന്ന് മാത്രമല്ല, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലുമായി. എന്നിട്ട് പറയാണ്, എല്ലാ ഭക്ഷണത്തെയും വെറുത്തു അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. ഇനി നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിലേക്ക് ഒന്ന് വരാമോ? പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. 38 വർഷം തളർന്നു പോയവനോട് പറയണം, നീ ഇനി ഇതിലും മോശമായത് സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുതെന്ന്. ഹല്ലേലൂയ. അപ്പോ അവന്റെ പാപമാണ് അവന്റെ ശരീരത്തെ തളർത്തിയത്. 38 വർഷം അവന്റെ ശരീരം തളർന്നു പോകാനുള്ള കാരണം പാപമാണ്. അവിടെ പറഞ്ഞ് ഇതിലും മോശമായത് സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത്. എത്രയോ പേര് പാപത്തിന്റെ പരിണത ഫലമായി ഇന്ന് ശരീരത്തിൽ രോഗങ്ങൾ കൊണ്ട് നടക്കുന്നവരുണ്ട്. അതുകൊണ്ടാണല്ലോ ധ്യാന കേന്ദ്രങ്ങളിൽ, കൺവെൻഷൻ സെന്ററുകളിൽ ഒക്കെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു കാരണം, ശാരീരിക സൗഖ്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം, ആ ശാരീരിക രോഗത്തിൻ്റെ പിന്നിലുള്ള കാരണം പാപത്തിൻ്റെ കണക്കാണെങ്കിൽ, പാപം ഉപേക്ഷിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, അനുദപിക്കുമ്പോൾ, പാപം ഏറ്റുപറയുമ്പോൾ പാപത്തോടു കൂടെ പ്രവേശിച്ച രോഗങ്ങൾക്കും കർത്താവ് സൗഖ്യം തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ശനിയാഴ്ചയും പല ആവർത്തി പറയാറുള്ളത്, നിങ്ങൾ വരുമ്പോൾ അവിടെ കുമ്പസാരക്കൂട്ടിൽ വൈദികരിപ്പുണ്ട്. കുമ്പസാരിച്ചിട്ട് നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ വരിക. വിശുദ്ധമായത് വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുന്നവർ ആരാകും? വിശുദ്ധരാകും. അപ്പോൾ പാപം ഉപേക്ഷിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ, പാപത്തെ പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയ പരമാർത്ഥതയോടെ, ഹൃദയത്തിൻ്റെ പരിശുദ്ധിയോടെ, നിഷ്കളങ്കമായ ഹൃദയത്തോടും പവിത്രമായ കരങ്ങളോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ, കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അതുകൊണ്ട് പാപത്തിൻ്റെ സ്വാധീനം പാപത്തിൻ്റെ ഒരു പരിണത ഫലമാണ്, പാപത്തിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. പാപം നമ്മെ രോഗിയാക്കി മാറ്റും, ശരീരത്തിൽ രോഗം കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പം അത് അനുദപിക്കാതെ തുടർന്നു കഴിഞ്ഞാൽ ആ രോഗത്തിൽ നമ്മൾ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ, പാപം കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ ഇനിമേൽ പാപം ചെയ്യരുത്. ഇനി യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വചനം നിർത്ത്. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി, സൗഖ്യം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്, സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പരസ്പരം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുക. സൗഖ്യം കിട്ടാൻ വേണ്ടി പാപങ്ങൾ ഏറ്റുപറയേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത് സൗഖ്യം കിട്ടാനുള്ള കർത്താവ് തന്നിരിക്കുന്ന വഴിയാണ് ഈ യാക്കോബിൻ്റെ ലേഖനം തന്നെ 5-ാം അധ്യായം അതിൻ്റെ ഒരു 14 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാമോ? 14 മുതൽ. നിങ്ങൾ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം? സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സഭയിലെ ഏറ്റവും വിശിഷ്ടമായൊരു ശുശ്രൂഷയാണ് ഈ തൈലാഭിഷേക പ്രാർത്ഥന. കർത്താവിൻ്റെ വചനം പറഞ്ഞതാണ്, നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് പറയാണ്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവന് മാപ്പ് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സൗഖ്യം കിട്ടുമ്പോൾ രോഗികളൊക്കെ ആകുമ്പോൾ
നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊരു കുമ്പസാരമൊക്കെ നടത്തി ഒരു കൈവപ്പ് പ്രാർത്ഥന, ഒരു തൈലാഭിഷേക പ്രാർത്ഥന, അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിലുള്ള ഒരു കൈവപ്പ് പ്രാർത്ഥന നിങ്ങൾ സ്വീകരിക്കുക. ശക്തമായ പ്രാർത്ഥനയാണ്. അപ്പസ്തോലിക പാരമ്പര്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ പോലും അഭിഷേകമായിട്ട് നൽകിക്കൊണ്ടിരുന്ന കൈവപ്പ് പ്രാർത്ഥനയിലൂടെയാണ്. അപ്പസ്തോലന്മാർ അഡീഷണലായിട്ട് ആടിയുമ്പോൾ അവരുടെ മേൽ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒരു കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. തിമോത്തിയോസ് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൈവപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും രോഗികളാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ നിങ്ങളുടെ ശിരസിൽ തൈലം പൂശി കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ സാക്ഷ്യങ്ങളുണ്ടെന്നറിയാം. ഇതുപോലെ ഒരു കൈവപ്പ് പ്രാർത്ഥന നടത്തിയിട്ട് ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് സൗഖ്യം പ്രാപിച്ച എത്രയോ സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ടെന്നറിയാമോ? കാരണം ഇത് കർത്താവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവമാണ് സുഖപ്പെടുത്തുന്നത്, മനുഷ്യനല്ല. ദൈവമാണ് സുഖപ്പെടുത്തുന്നത്. കർത്താവ് സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അപ്പോൾ നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ വിശ്വാസം ഹൃദയം കൊണ്ട് നമ്മൾ ആദ്യം ഏറ്റെടുക്കുന്നു. ആ കർത്താവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടെ ഈശോ ഇവളെ സുഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഇനി അവരത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഒരു പാപത്തെ ഉപേക്ഷിച്ച് അവരാ സൗഖ്യം എടുത്താൽ മതി. അപ്പോൾ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ കർത്താവ് നമുക്ക് സൗഖ്യം തരും, അല്ലെങ്കിൽ തൈലം പൂശിയുള്ള പ്രാർത്ഥനയിലൂടെ കർത്താവ് നമുക്ക് സൗഖ്യം തരും. ഇനി അടുത്ത ഒരു സൗഖ്യത്തിൻ്റെ വഴിയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൽ ജന്മനാ മുടന്തനായ ഒരുവനെ പത്രോസ് സുഖപ്പെടുത്തുന്ന കാണുന്നുണ്ട് അല്ലേ? അവൻ ജന്മനാ മുടന്തനായിരുന്നു. അവൻ എത്ര വയസ്സുണ്ടായിരുന്നു? ജന്മനാ മുടന്തനായിരുന്നു. പത്രോസ് അവനെ സുന്ദര കവാടത്തിൽ വെച്ച് കണ്ടു. അവൻ വിചാരിച്ചു ഇപ്പം എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് കൈ നീട്ടി. പത്രോസ് അധികാരത്തോടെ അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സ്വർണമില്ല, വെള്ളിയില്ല, പക്ഷെ ഒരു നാമമുണ്ട്, അധികാരമുള്ള നാമം, രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു നാമമുണ്ട്, യേശു എന്ന നാമം. ആ നാമത്തിൽ കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ. യേശു നാമത്തിൻ്റെ ശക്തി നമുക്ക് സൗഖ്യം തരും. അത് അധികാരത്തോടെ യേശു നാമത്തിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമല്ല. നമുക്കൊരു അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ, നമുക്ക് ഒരു മാനസിക അസ്വസ്ഥതയും ചില രോഗങ്ങളൊക്കെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടൊക്കെ ചില രോഗങ്ങളൊക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ, ചില ശുശ്രൂഷ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ ഒരു സെൽഫ് ഡെലിവറൻസ് ഹീലിംഗ് എടുക്കും. കർത്താവിൻ്റെ നാമത്തിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അധികാരത്തോടെ നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ച്, തലയിൽ കൈയൊക്കെ വെച്ച് നമ്മൾ ഇതിനോട് പ്രാർത്ഥിക്കും, ബ്രേക്ക് ചെയ്തിട്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഓക്കെ, ഇത്രയും നാള് ശുശ്രൂഷകൾ ചെയ്തിട്ട് തമ്പുരാൻ അത്ഭുതകരമായിട്ട് ഒരു ശുശ്രൂഷയ്ക്കും തടസ്സം കൂടാതെ നമ്മൾ നടത്തിയില്ലേ? ഒരു തലവേദന വന്നാൽ പോരെ, ഒരു വയറുവേദന വന്നാൽ പോരെ, വേണ്ട ഒരു വയറിളക്കം വന്നാൽ തന്നെ ചെയ്യും. പറ, എന്നാലോചിച്ചൊക്കെ, ഒരു വയറിളക്കം വന്നാൽ തന്നെ ചെയ്യും. ഞാൻ 5 മിനിറ്റ് ഇടവിട്ട് ഓടിക്കൊണ്ടിരിക്കും അല്ലേ? ഇത്രയും നാളുകൾ ദൈവം പരിപാലിച്ചില്ലേ? ദൈവം നടത്തിയില്ലേ? നമ്മുടെ ശുശ്രൂഷകൾക്ക് തടസ്സമായി വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ അധികാരം എടുത്താണ് നമ്മൾ ശുശ്രൂഷയിൽ നിൽക്കുന്നത്. ദൈവം നമ്മളെ പരിപാലിക്കും. അപ്പോൾ പത്രോസ് വന്നപ്പോൾ ഇവൻ ജന്മനാ മുടന്തന, 4-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവന് 40-ലേറെ വയസ്സുണ്ടായിരുന്നു എന്ന്. അതായത് 40 വർഷത്തിലധികമായിട്ട് ഇവൻ മുടന്തനാണെന്ന്. 40 വർഷത്തിലധികമായിട്ട് ഇവൻ മുടന്തനാണ്. നമ്മളിൽ പലരും ശരീരത്തിന് മുടന്തില്ലെന്നേ ഉള്ളൂ. ചിലരായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെയൊക്കെ മനസ്സ് മുടന്ത് മാത്രമല്ല, മനസ്സ് ഇടിഞ്ഞും ഒടിഞ്ഞും കുഴിയിൽ അടക്കം ചെയ്യപ്പെട്ട മനസ്സുകളെ കാണുന്നുണ്ട്. നിരാശയ്ക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ, ഒരു പ്രത്യാശയില്ല, ജീവിക്കാൻ പോലും താല്പര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ചത്ത കളഞ്ഞാൽ മതി, ആത്മഹത്യ ചെയ്താൽ മതി, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, ഞാനിങ്ങനെ ആയതിന് കാരണം, ഒരു 100 കാരണങ്ങളും പറഞ്ഞ് ഒരു 4-5 പേരെ വിധി കൽപ്പിച്ച് ഇങ്ങനെ ജീവിതം ചുമ്മാ ഇരുന്ന് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, കാരണം ഇവരാണ്, അവരാണ്.
നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. ജീവിത അനുഭവങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തെ പിടിച്ചുയർത്തുന്നത്. നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ സങ്കടങ്ങളും വേദനകളും തകർച്ചകളും നൊമ്പരങ്ങളും പരാജയങ്ങളും രോഗപീഠകളും അസ്വസ്ഥതകളും വേട്ടയാടുമ്പോഴും അതിൻ്റെ മീതെ സഞ്ചരിക്കാനുള്ള ദൈവകൃപയും ദൈവശക്തിയോടും നമ്മൾ പ്രത്യുത്തരിക്കുമ്പോൾ, ദൈവസ്നേഹത്തോട് നമ്മൾ പ്രത്യുത്തരിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അതിജീവിച്ചു പോകുന്നതിന് കാരണം യേശു ലോകത്തെ ജയിച്ചവനായതുകൊണ്ടാണ്. യേശു ലോകത്തെ ജയിച്ചവനാണ്. അതുകൊണ്ടാണ് ലോകം വെച്ച് നീട്ടുന്ന പ്രതിസന്ധികളുടെ മീതെ ഒരു ആത്മീയ മനുഷ്യൻ ആ ജലത്തിൻ്റെ മീതെ പത്രോസ് നടന്നതുപോലെ, കടലിൻ്റെ മീതെ പത്രോസ്ലീഹ ഇറങ്ങി നടന്നതുപോലെ അത്ര ആഴമേറിയ പ്രശ്നത്തിൻ്റെ മീതെ ഒരു ആത്മീയ മനുഷ്യൻ നടന്നു പോകുന്നതിന് കാരണം അവൻ കർത്താവിൻ്റെ നാമത്തിൻ്റെ അധികാരവും ആ സ്നേഹത്തിൻ്റെ ശക്തിയിലും സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ തരാനായിട്ട് നീ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, സ്വർണവും വെള്ളിയും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട്, യേശു എന്ന നാമം. ഈ നാമമാണ് ഞങ്ങളെ ബലപ്പെടുത്തിയത്. ഞങ്ങളെ മുക്കോമാരായിരുന്നു. രണ്ടുപേരുടെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു. പരിചാരികയുടെ മുമ്പിൽ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട് യേശുവിനെ. പത്രോസ്, എൻ്റെ ഇന്നലകളിൽ എന്തായിരുന്നു ഞാനെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ നീ എക്സ്പെക്ട് ചെയ്യുന്നതൊന്നും തരാനില്ല, പക്ഷേ എന്നെ ഞാനാക്കി മാറ്റിയ, എനിക്ക് ഇത്രയും ധൈര്യം തന്ന, എന്നെ ബലപ്പെടുത്തിയ ആ നാമം എനിക്കറിയാം. ആ നാമത്തിൽ ഞാൻ സൗഖ്യം പ്രാപിച്ചവനാണ്. ആ നാമത്തിൽ ഞാൻ അത്ഭുത വിടുതൽ ആ നാമത്തിൽ ഞാൻ ശക്തി ഉണ്ട്. ആ നാമത്തിൽ അധികാരത്തോടെ ആ നാമത്തിൽ ജന്മനാ മുടന്തനായവനെ ഈ പത്രോസ്ലീഹ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ തക്ഷണം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അധികാരത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് സൗഖ്യം കിട്ടും.